ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം 4ൻ്റെ പ്രോബ്ലംസ് നോക്കാം. ഇതുവരെ ചെയ്ത പ്രോബ്ലംസ് പോലെ സിമിലർ ആണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. ഫസ്റ്റ് പ്രോബ്ലം, മാക്സിമൈസ് ഇസഡ് ഇസ് ഈക്വൽ ടു u1 u2 u3 സബ്ജക്റ്റ് ടു u1 പ്ലസ് u2 പ്ലസ് u3 ഈസ് ഈക്വൽ ടു 5 u1 u2 u3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. മാക്സിമൈസ് ഇസഡ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഫംഗ്ഷൻ ആണ്, റിട്ടേൺ ഫംഗ്ഷൻ u1 ഇൻറ്റു u2 ഇൻറ്റു u3. കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത് സെപ്പറബിളി അഡിറ്റീവ് കൺസ്ട്രെയിൻറ്റ് u1 പ്ലസ് u2 പ്ലസ് u3 ഈക്വൽ ടു 5 ആണ്. സോ പ്രോബ്ലം 4 ആണ്. അപ്പോൾ നമ്മൾ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. അവർ പ്രോബ്ലം ഈസ് മാക്സിമൈസ് z is equal to u1 u2 u3 subject to u1 plus u2 plus u3 equal to 5 u1 u2 u3 greater than or equal to 0. Here the return functions are, നമുക്ക് ഇവിടുന്ന് സെപ്പറബിളി u1ലുള്ള ഫംഗ്ഷൻ ഏതാണ്, u2ലുള്ള ഫംഗ്ഷൻ ഏതാണെന്ന് പറയാം. f1 of u1 എന്ന് പറയുന്നത് u1, f2 of u2 u2, f3 of u3 u3. ഡിഫൈൻ ദ സ്റ്റേറ്റ് വേരിയബിൾസസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ അഡിറ്റീവ്ലി സെപ്പറബിൾ കൺസ്ട്രെയിൻ്റ് ആണ്. അപ്പോൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ സ്റ്റേറ്റ് വേരിയബിൾസിനെ ഡിഫൈൻ ചെയ്യുക. ഡിഫൈൻ സ്റ്റേറ്റ് വേരിയബിൾസസ് x3 ഈക്വൽ ടു u1 പ്ലസ് u2 പ്ലസ് u3 വിച്ച് ഈസ് ഈക്വൽ ടു 5 എന്ന് എഴുതി. x2 ഈക്വൽ ടു u1 പ്ലസ് u2 ദാറ്റ് ഈസ് ഈക്വൽ ടു x3 മൈനസ് u3. x1 ഈക്വൽ ടു u1 ഈക്വൽ ടു x2 മൈനസ് u2. The recursion formula is capital F1 of x1 equal to small f1 of u1, capital Ft of xj is equal to maximum over uj, small ft of uj into fj, capital Fj minus 1 of xj minus 1. അപ്പോൾ അതനുസരിച്ച് റിക്കർഷൻ ഫോർമുല ചെറിയ പ്രൊഡക്റ്റ്, നമ്മുടെ റിട്ടേൺ ഫംഗ്ഷൻ പ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് റിക്കർഷൻ ഫോർമുലയിൽ അതനുസരിച്ച് ചെറിയ വ്യത്യാസം വരുത്തി. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ക്യാപിറ്റൽ F3 ഓഫ് x3. ഇവിടെ സൊല്യൂഷൻ പ്രത്യേകിച്ച് ഇൻറ്റിജർ വാല്യൂഡ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ ക്ലാസിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നു. ക്യാപിറ്റൽ F1 ഓഫ് x1 ഇസ് ഈക്വൽ ടു u1 ഇസ് ഈക്വൽ ടു സ്മോൾ f1 ഓഫ് u1. ക്യാപിറ്റൽ F2 ഓഫ് x2 ഈസ് ഈക്വൽ ടു മാക്സ് ഓവർ u2 സ്മോൾ f2 ഓഫ് u2 ഇൻറ്റു ക്യാപിറ്റൽ F1 ഓഫ് x1 ദാറ്റ് ഈസ് ഈക്വൽ ടു മാക്സ് ഓവർ u2 ഇൻറ്റു ക്യാപിറ്റൽ F1 ഓഫ് x1 എന്ന് പറയുന്നത് u1 ആണ്. സോ u1. ഇനി മാക്സിമം ഓവർ u2 ഇൻറ്റു മാക്സ് ഓവർ u2 ആയതുകൊണ്ട് ഈ u1നെ നമ്മൾ u2ൻ്റെ ടേംസിൽ റെപ്രസെൻ്റ് ചെയ്യും. ഇൻറ്റു x2 മൈനസ് u2 എന്ന് കൊടുത്തു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മാക്സ് ഓവർ u2 എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ x2 u2 മൈനസ് u2 സ്ക്വയർ. ബൈ ക്ലാസിക്കൽ മെത്തേഡ് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0, സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആയിരിക്കണം. വീണ്ടും ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു കഴിയുമ്പോൾ നേരത്തെ പ്രോബ്ലത്തിൽ നിന്ന് അവിടുന്ന് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു കഴിയുമ്പോൾ x2 u2 മൈനസ് u2 സ്ക്വയർ എന്നാണ്. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു u2 ആയതുകൊണ്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ത് വരും, x2 മൈനസ് 2 u2 ഈക്വൽ ടു 0. ഇവിടെ നിന്ന് തന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ -2 ലെസ് ദാൻ 0 മാക്സിമം എന്നറിയാം. ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ u2 കണ്ടുപിടിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു x2/2 എന്ന് കിട്ടി. സോ ക്യാപിറ്റൽ F2 ഓഫ് x2 എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ u2ന് പകരം x2/2 കൊടുത്തു കഴിയുമ്പോൾ x2 ഇൻറ്റു x2/2 മൈനസ് x2/2 ദ ഹോൾ സ്ക്വയർ. സോ ഇത് x2/4 വരും, x2 സ്ക്വയർ/4 വരും, x2 സ്ക്വയർ/2 വരും. ഇത് x2 സ്ക്വയർ/4 വരും. സോ ആൻസർ x2 സ്ക്വയർ/4 വരും. Capital F3 of x3 max over u3 small f3 of u3 into capital F2 of x2 that is equal to max over u3 small f3 of u3 എന്ന് പറയുന്നത് u3 ആണ് ഇൻറ്റു ക്യാപിറ്റൽ F2 of x2 എന്ന് പറയുന്നത് ഇപ്പോൾ x2 സ്ക്വയർ ബൈ 4 കിട്ടിയിട്ടുണ്ട്. മാക്സ് ഓവർ u3 ഇൻറ്റു ഇനി ഇവിടെ നമ്മൾ ഈ x2നെ u3ൻ്റെ ടേംസിലേക്ക് കൊണ്ടുവരിക. സോ u3 ഇൻറ്റു x2 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സ്റ്റേറ്റ് വേരിയബിൾസിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് x2 എന്ന് പറയുന്നത് x3 മൈനസ് u3 ആണ്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ മാക്സ് ഓവർ u3 സ്മോൾ u3 ഇൻറ്റു x3 മൈനസ് x2ന് പകരം x3 മൈനസ് u3 ദ ഹോൾ സ്ക്വയർ ബൈ 4 എന്ന് കിട്ടി. ബൈ ക്ലാസിക്കൽ മെത്തേഡ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0, സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇവിടെ ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് u3/4 അതിനൊരു ടേമായിട്ട് നിർത്തി. അപ്പോഴോ u3/4 ഇൻറ്റു u3/4 ഇൻറ്റു
x3 മൈനസ് u3 ദ ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ ആ ഫംഗ്ഷനെ കൺസിഡർ ചെയ്തിട്ട് പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അപ്പോൾ അവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0, സെക്കൻഡ് ഡെറിവേറ്റീവ് നമ്മളിവിടെ കണ്ടുപിടിക്കും. നിങ്ങളത് ചെയ്ത് നോക്കിയാൽ മതി. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ചെയ്ത് വരുമ്പോൾ u3ക്ക് 2 പോസിബിൾ കേസസ് ഉണ്ട്. ഒന്ന് u3 എന്ന് പറയുന്നത് x3 ആയിട്ടും മറ്റൊന്ന് u3 എന്ന് പറയുന്നത് x3/3 ആണ്. അപ്പോൾ ഇതിൽ ഏത് വാല്യൂ ചൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കണം. നമുക്കറിയാം നമ്മുടെ x3ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സ്റ്റേറ്റ് വേരിയബിൾസിൻ്റെ കേസിൽ x3ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. ആ x3 ഈക്വൽ ടു 5 കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ u3ൻ്റെ കേസസ് നോക്കുക, u3 എങ്ങനെ മാറും എന്നുള്ളത് നോക്കിയിട്ട് പിന്നെ നമുക്ക് അതിനെ ചൂസ് ചെയ്യാം. ഇവിടെ എഴുതിയിട്ടുണ്ട് വെൻ x3 ഈക്വൽ ടു 5 u3 ഈക്വൽ ടു x3 ആകുമ്പോൾ ഇവിടുന്ന് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 കിട്ടുന്നത്. പക്ഷെ നമുക്ക് മാക്സിമൈസേഷൻ പ്രോബ്ലം ആയതുകൊണ്ട് അടുത്ത കേസ് നോക്കാം, അത് പറ്റില്ല. സോ x3 ഈക്വൽ ടു 5 u3 ഈക്വൽ ടു x3/3 കൊടുക്കുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 കിട്ടുന്നുണ്ട്. സോ നമ്മളിവിടെ ചൂസ് ചെയ്യുന്ന u3 എന്ന് പറയുന്നത് x3/3 ആണ്. അതനുസരിച്ചിട്ട് ക്യാപിറ്റൽ F3 ഓഫ് x3 കണ്ടുപിടിക്കുക. ദെൻ അവിടെ x3 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ക്യാപിറ്റൽ F3 ഓഫ് x3 എന്ന് പറയുന്നത് x3/27 എന്ന് കിട്ടി. x3യുടെ വാല്യൂ 5 ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 125/27 എന്ന് കിട്ടും. പിന്നെ നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ പ്രീവിയസ് വാല്യൂസ് u1, u2, u3 എല്ലാം കണ്ടുപിടിക്കുക, ഇതിന് മുന്നേ ഉള്ള സ്റ്റേറ്റ് വേരിയബിൾസ് യൂസ് ചെയ്ത്. സോ മാക്സിമം z ഇസ് ഈക്വൽ ടു 125/27 അറ്റ് u1. ഇവിടെ ചെയ്തു വന്നപ്പോൾ u1, u2, u3 ഈക്വൽ ടു എല്ലാം 5/3 ആണ് കിട്ടി. ഇത് ഈ പർട്ടിക്കുലർ പ്രോബ്ലം. ദെൻ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. ജസ്റ്റ് ആ പ്രോബ്ലം ഒന്ന് നമുക്ക് വായിക്കാം. പ്രോബ്ലം കിടക്കുന്നത് എന്താ? ദ റിസർച്ച് ടീംസ് A, B, C are trying 3 different approaches to solve a problem. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി റിസർച്ച് ടീംസ് 3 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ABC എന്ന് പറഞ്ഞ 3 റിസർച്ച് ടീംസ് 3 മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ടീം വിൽ നോട്ട് സക്സീഡ് ആർ, ഇനി ഈ ടീം സൊല്യൂഷൻ കണ്ടുപിടിക്കില്ലാത്ത പ്രോബബിലിറ്റിയാണ് 0.4, 0.6, 0.8 എന്ന് പറഞ്ഞ് തന്നിരിക്കുക റെസ്പെക്റ്റീവ്ലി. ദിസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ പ്രോബ്ലം വിൽ നോട്ട് ബി സോൾവ്. പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ 3 റിസർച്ച് ടീംസിനും ഇത് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെ വരുമ്പോൾ അവിടെ 3നും സോൾവ് ചെയ്യാൻ പറ്റില്ലാതെ വരുമ്പോൾ അവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ എന്ത് വരും? എല്ലാത്തിനും കൂടെ പ്രൊഡക്റ്റ് 0.4 × 0.6 × 0.8 അതെല്ലാം കൂടെ വരുമ്പോൾ എന്ത് വരും? 0.192 എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ. ഇൻ ഓർഡർ ടു മിനിമൈസ് the probability of total failure, it has been decided to assign up to 2 more scientists for the work. അപ്പോൾ അതിന് വേണ്ടി 2 സയൻറ്റിസ്റ്റിനോട് ഇതിന് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി, ഇതിന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അലോ ചെയ്യാമെന്നിരിക്കരുത്. ദ ഫോളോയിങ് ടേബിൾ ഗീവ്സ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ റെസ്പെക്റ്റീവ് ടീം വിൽ ഫെയിൽ വിത്ത് 0, 1, 2 അഡീഷണൽ സയൻറ്റിസ്റ്റ്. അതായത് ചിലപ്പം നമ്മൾ ഓരോ ടീംസിനും ചിലപ്പോൾ 0, ചിലപ്പം സയൻറ്റിസ്റ്റിനെ കൊടുക്കത്തില്ല, ചിലപ്പോൾ ഒരു സയൻറ്റിസ്റ്റിനെ കൊടുക്കും, ചിലപ്പോൾ 2 കൊടുക്കും. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഓരോ റിസർച്ച് ടീംസിലും ഫെയിലിയേഴ്സിൻ്റെ പ്രോബബിലിറ്റിയിലുണ്ടാകുന്ന വ്യത്യാസമാണ് പിന്നെ ടേബിളായിട്ട് തന്നിരിക്കുക. ഫോളോയിങ് ടേബിൾ ഗീവ്സ് the probability that the respective team will fail with 0, 1, 2 additional scientists should be allocated to minimize the chance of failure. ആ ടേബിൾ തന്നിട്ടുണ്ട്. യൂസ് dynamic programming to determine how the 2 additional scientists should be allocated to minimize the chance of failure. അപ്പോൾ നമുക്കിവിടെ ഫെയിലിയറിൻ്റെ ചാൻസാണ് മിനിമൈസ് ചെയ്യേണ്ടത്. സൊല്യൂഷനിലേക്ക് പോകാം. ലെറ്റ് u1, u2, u3 be the number of scientists given to ABC respectively. ഓരോ റിസർച്ച് ടേംസിലേക്ക് കൊടുക്കുന്ന സയൻറ്റിസ്റ്റിൻ്റെ എണ്ണത്തിന് നമ്മൾ u1, u2, u3 എന്ന് വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സം മാക്സിമം എത്ര വരാവുള്ളൂ? മാക്സിമം നമുക്ക് 2 സയൻറ്റിസ്റ്റിനെ കൊടുക്കുന്നുള്ളൂ. സോ നമുക്ക് എന്താ പറയാം? u1 + u2 + u3ൻ്റെ വാല്യൂ എപ്പോഴും 2 ആയിരിക്കും. അതായത് ഓരോ ടേംസിലേക്കും കൊടുക്കുന്ന സയൻറ്റിസ്റ്റ് നമുക്ക് 2 അലോക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. ദറ്റ് u1, u2, u3 ബി ദ നമ്പർ ഓഫ് സയൻറ്റിസ്റ്റ് ഗിവൺ ടു ABC റെസ്പെക്റ്റീവ്ലി. ഇനി അങ്ങനെ കൊടുക്കുന്നതനുസരിച്ചിട്ട് ഓരോ ടീംസിലും നമ്മൾ ഈ സയൻസിനെ കൊടുക്കുന്നതനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന ഫെയിലിയേഴ്സിൻ്റെ പ്രോബബിലിറ്റി, അതിനെ നമ്മൾ ലെറ്റ് F1 of u1, F2 of u2 ആൻഡ് F3 of u3 ബി ദ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ഓഫ് ദ
teams A, B, C, and if U1, U2, U3 scientists are given respectively, our problem is minimize Z is equal to, നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫെയിലിയേഴ്സിൻ്റെ പ്രോബിലിറ്റീനെ മിനിമൈസ് ചെയ്യണം. അതിൻ്റെ പ്രോബിലിറ്റി നമുക്ക് F1 of U1 into F2 of U2 into F2 of U3 അതിനെ മിനിമൈസ് ചെയ്യണം. സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻ എന്താ, ഈ പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ സമ്മ U1 plus U2 plus U3 equal to 2, where U1, U2, U3 greater than or equal to 0 and are integer. ഇവിടെ ഇൻറ്റിജർ സൊല്യൂഷൻ വേണം. സോ നമുക്ക് ടാബുലേഷൻ സ്കീം യൂസ് ചെയ്യണം. അപ്പോൾ ആദ്യമേ നമ്മൾ ഇവിടുത്തെ റിട്ടേൺ ഫംഗ്ഷൻസിനെ കറസ്പോണ്ടിങ് ആയിട്ടൊരു ടേബിൾ, യൂജസിൻ്റെ വാല്യൂ 0, 1, 2 ആണ്. അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് F1 of U1, F2 of U2, F3 of U3. ഓൾറെഡി നമുക്ക് ഈ ഫെയിലിയേഴ്സിൻ്റെ പ്രോബിലിറ്റി ഒരു ടേബിളായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിളിൽ ഇവിടെ ABC എന്ന് പറഞ്ഞ ടീംസ്, അവിടെ നമ്പർ ഓഫ് സയൻറ്റിസ്റ്റ്, അപ്പോൾ ഇവിടെ കിടക്കുന്ന കോളം അവിടെ റോ ആയിട്ട് വരും. ആ രീതിയിൽ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ടേബിൾ ഫോം ചെയ്തു. പിന്നെ സാധാരണ ചെയ്യുന്ന പോലെ സ്റ്റേറ്റ് വേരിയബിൾസ് അഡീഷണൽ കൺസ്ട്രെയിൻ്റ് ആണ്. സോ x3 equal to U1 plus U2 plus U3 which is equal to 2 നമുക്കറിയാം, അതാണ് നമ്മുടെ കൺസ്ട്രെയിൻറ്റ്. and x2 equal to U1 plus U2 equal to x3 minus U3, x1 equal to U1 equal to x2 minus U2. Recursive formula എന്ന് പറയുന്നത് capital F1 of x1 is equal to small f1 of U1 and capital F2 of x equal to, ഇവിടെ മിനിമം ആണ്, മിനിമം ഓവർ യു ജെ സ്മോൾ FJ of UJ ഇൻറ്റു ക്യാപിറ്റൽ FJ minus 1 of XJ minus 1. നമുക്ക് ക്യാപിറ്റൽ F3 of X3 കണ്ടുപിടിക്കണം. സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് XJ minus 1 is equal to XJ minus UJ ആണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ ഫോം ചെയ്യും. ഈ ടേബിൾ ഫോം ചെയ്യും. പിന്നെ റിക്കർസീവ് ഓപ്പറേഷൻ ഓഫ് ക്യാപിറ്റൽ F1 of X1 എന്ന് പറയുന്നത് സ്മോൾ f1 of U1 ആണ്. അപ്പോൾ സ്മോൾ f1 of U1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഈ ടേബിളിൽ നിന്ന് അത് എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്, 0.4, 0.2, 0.15 ആണ്. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ പ്രോബ്ലംസ് ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ F2 of X2 എന്ന് പറയുന്നത് മിൻ ഓവർ U2 സ്മോൾ F2 of U2 ഇൻറ്റു ക്യാപിറ്റൽ F1 of X1 ആണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ x2 U2 സ്മോൾ F2 of U2ൻ്റെ ഒരു ടേബിള്, ക്യാപിറ്റൽ F1 of X1ൻ്റെ ഒരു ടേബിള്, ഇനി കറസ്പോണ്ടിങ് പൊസിഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ വേറൊരു ടേബിള്, സ്മോൾ F2 of U2 ഇൻറ്റു ക്യാപിറ്റൽ F1 of X1, അതിൻ്റെ മിനിമം വരുന്ന രീതിയിലൊരു ടേബിള്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഡാഷ് വരുന്ന പൊസിഷൻസ് നമ്മളിവിടെ ആദ്യമേ മാർക്ക് ചെയ്ത് വയ്ക്കുക. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്മോൾ F2 of U2 ആണ്. അപ്പോൾ F2 of U2 നോക്കിയിട്ട് 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഈ കോളത്തിൽ, 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് അങ്ങനെ നമ്മൾ എഴുതുക. പ്രീവിയസ് ടേബിളിൽ നോക്കിയിട്ട് അവിടുന്ന് ഈ സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ടേബിളൂടെ നോക്കിയിട്ട് നമ്മൾ ഈ ടേബിൾ ഫോം ചെയ്യുക. ഇതൊക്കെ ഓൾറെഡി ചെയ്ത ടൈപ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങളതനുസരിച്ചിട്ട് ഈ 2 ടേബിളും കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് മിനിമം വരുന്നത്, ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ മിനിമം വരുന്നത് 0.06 ആണ്. ഈ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഇവിടുത്തെ വാല്യൂ ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് ഇവിടെ. ഇതാണ് ക്യാപിറ്റൽ F2 of X2. സോ ഇവിടെ നമ്മൾ ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ മിനിമം Z ഈക്വൽ ടു 0.06 അറ്റ് U3 ഈക്വൽ ടു 1 എന്ന് കിട്ടി. പിന്നെ 0.12ന് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കി. 0.12ന് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുമ്പം 0.12 ഈ 0.12 ഇവിടുന്ന് വരും, അത് 0.2 നിന്നാണ് വരിക. സോ അവിടെ U2 എന്ന് പറയുന്നത് 0 എന്ന് കിട്ടി. ഇനി തൊട്ട് മുന്നത്തെ ടേബിളിൽ 0.2ന് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അറിയാം അതിൻ്റെ വാല്യൂ 1 ആണ്. സോ നമുക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്ത് കിട്ടും, മിനിമം Z is equal to 0.60 at U3 equal to 1, U2 equal to 0 and U1 equal to 1 എന്ന് കിട്ടും. അതാണ് ആ പ്രോബ്ലം. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം, അത് രണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറിയ ചെറിയ വ്യത്യാസം മാത്രം വരുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇനിയുള്ള പ്രോബ്ലത്തിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്ത് ആ ഡിഫറൻസ് എന്താണെന്നുള്ളത് കൂടെ നോട്ട് ചെയ്തിട്ട് വേണം. ഈ പ്രോബ്ലം വിട്ടുപോകാൻ പാടില്ല. ഈ പ്രോബ്ലത്തിന് ബാക്കിയുള്ള പ്രോബ്ലം അതുപോലെ തന്നെ ചെയ്താൽ മതി എന്ന് വിചാരിച്ചിടരുത്. ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം അനുസരിച്ചിട്ട് ബാക്കി നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ആ പ്രോബ്ലത്തിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. സോൾവ് ദ ഫോളോയിങ് പ്രോബ്ലം ബൈ ഡൈനാമിക് പ്രോഗ്രാമിംഗ്.
maximize z is equal to u y1 plus 2 the whole square plus y2 y3 plus y4 minus 5 എന്നാണ്. y4 minus 5 y4 minus 5 എന്നാണ്. y4 minus 5 the whole square subject to y1 plus y2 plus y3 plus y4 less than or equal to 5, yj greater than or equal to 0 and an integer where j equal to 1, 2, 3, 4. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അഡിറ്റീവ് ഫംഗ്ഷനാണ്. പക്ഷേ ഇനി അവിടെ തന്നെ ഒന്നുകൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ അഡിറ്റീവ്ലി സെപ്പറബിൾ ആണോ y1 plus 2 the whole square, അതായത് y1ലുള്ള f1 of y1 കണ്ടുപിടിക്കാം. പക്ഷേ സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അവിടെ മൾട്ടിപ്ലിക്കേറ്റീവ്, അവിടെ y2ൻ്റെയും y3ൻ്റെയും ഫംഗ്ഷനാണ്. അപ്പോൾ അവിടെ നമുക്ക് f2 of y2 നേരത്തെ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ മൊത്തം അഡിറ്റീവ്ലി സെപ്പറബിൾ അല്ലെങ്കിൽ അഡിറ്റീവ്ലി മൾട്ടിപ്ലിക്കേറ്റീവ്ലി സെപ്പറബിൾ ഫംഗ്ഷനായിരുന്നു. പക്ഷേ ഇവിടെ നമുക്കിവിടുന്ന് ഫങ്ഷൻസിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഫംഗ്ഷനായിട്ട് എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടെ കൺസ്ട്രെയിൻറ്റ് കുഴപ്പമില്ല, അഡിറ്റീവ്ലി സെപ്പറബിൾ കൺസ്ട്രെയിൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് ഈ പ്രോബ്ലത്തിൽ ചെറിയ വ്യത്യാസം വരുത്തിയിട്ടാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാം. Here the constraint is additively separable but the objective function is not decomposable. So the dynamic programming technique shall not be employed as such. അതായത് ഇതുവരെ ചെയ്ത പോലെ അതേപടി അങ്ങ് ചെയ്യാൻ പറ്റില്ല, ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി. പക്ഷേ ഹ്യൂറിസ്റ്റിക് അപ്രോച്ച്, അതായത് ബുദ്ധിപരമായിട്ട് നമ്മളതിനെ കൈകാര്യം ചെയ്തിട്ട് അതനുസരിച്ചിട്ട് നമ്മുടെ ഡൈനാമിക് പ്രോഗ്രാമിങ് യൂസ് ചെയ്യുകയാണ്. ബട്ട് ബൈ ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് വി ഹാവ് ദ പ്രൊഡക്റ്റ്. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്രൊഡക്റ്റ് വരുന്നത് മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡീകമ്പോസ് ചെയ്യാത്ത രീതിയിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നിന്നുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് y1 plus 2 f1 of y1 ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം, f4 of y4 ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി വ്യത്യാസം വരുന്നത് ഈ y2 ഇൻറ്റു y3 ആണ്. അപ്പോൾ നമ്മൾ ആദ്യമേ അവിടെ ചെയ്യാം. y2 y3 എന്ന് പറയുന്ന ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്ലൈ ചെയ്യാൻ പോവുക ആദ്യമേ. സോ we have the product y2 y3 maximize subject to constraint in y2നും y3ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എടുക്കുക. y2 plus y3 less than or equal to 5. സോ ഇവിടെ നമുക്ക് സ്മോൾ f2 of y2, ഇപ്പോൾ നമ്മുടെ പുതിയ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഈ പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കണം. എങ്ങനെ, y2 y3 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുക്കുക, അതിനെ മാക്സിമൈസ് ചെയ്യണം സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻറ്റ് y2 plus y3 less than or equal to 5. മൾട്ടിപ്ലിക്കേറ്റീവ് റിട്ടേൺ ഫംഗ്ഷനും അഡിറ്റീവ് കൺസ്ട്രെയിൻറ്റുമാണ്. അപ്പം നമ്മുടെ പ്രോബ്ലം 4 ആണ്. അപ്പോൾ നമ്മൾ സ്മോൾ f2 of u2 എന്നുള്ളതിനെ y2 ആയിട്ട്, സ്മോൾ f2 of y2 y2, സ്മോൾ f3 of y3 ആയിട്ട് എടുത്തു. സ്റ്റേറ്റ് വേരിയബിൾസ് അഡിറ്റീവ് കൺസ്ട്രെയിൻ്റ് ആയതുകൊണ്ട് സ്റ്റേറ്റ് വേരിയബിൾസ് y2 plus y3 less than or equal to 5. ദെൻ അടുത്തത് എന്ത് വരും, x2 ഈക്വൽ ടു y2 ഈക്വൽ ടു x3 മൈനസ് y3. റിക്കർഷൻ ഫോർമുല അനുസരിച്ചിട്ട് ക്യാപിറ്റൽ f2 ഓഫ് x2ലാണ് നമ്മളിവിടെ തുടങ്ങുക. ക്യാപിറ്റൽ f2 ഓഫ് x2 ഈക്വൽ ടു സ്മോൾ f2 ഓഫ് y2 ഈക്വൽ ടു അതെന്ത് തന്നെയാണ്, y2 തന്നെ. ആൻഡ് ക്യാപിറ്റൽ f3 ഓഫ് x3 ഈക്വൽ ടു മാക്സ് ഓവർ y3 സ്മോൾ f3 ഓഫ് y3 ഇൻറ്റു പ്രോഡക്റ്റ് ഫംഗ്ഷനാണ്. സോ ഇൻറ്റു ക്യാപിറ്റൽ f2 ഓഫ് x2 ദാറ്റ് ഈസ് ഈക്വൽ ടു മാക്സ് ഓവർ y3 ഇൻറ്റു സ്മോൾ f3 ഓഫ് y3 എന്താ, y3 ഇൻറ്റു ക്യാപിറ്റൽ f2 ഓഫ് x2 y2 ഇൻറ്റു y2 എന്ന് കിട്ടും. ഇനി ഇവിടെ മാക്സ് ഓവർ y3 ആണ്. സോ y3 ഇൻറ്റു y2ന് പകരം ഇവിടുത്തെ എക്സ്പ്രഷൻ x3 മൈനസ് y3 എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു മാക്സ് ഓവർ y3, പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ x3 y3 മൈനസ് y3 സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഇത് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0, സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്ത് കഴിയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു y3 ആയതുകൊണ്ട് അതെന്ത് വരും, x3 മൈനസ് 2 y3 ഈക്വൽ ടു 0. സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണ്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ x3 ഈക്വൽ ടു 2 y3 എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. y2 y3 നമ്മളെ റിലേഷനാണ്. സോ x3ക്ക് പകരം നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾസിൽ നിന്ന് y2 പ്ലസ് y3 കൊടുക്കുക. അപ്പോൾ x3ക്ക് പകരം y2 പ്ലസ് y3 ഈക്വൽ ടു 2 y3 കൊടുക്കുമ്പോൾ y2 y3 ഈക്വൽ ആണെന്ന് കിട്ടും. അപ്പോൾ y2 y3 ഈക്വൽ ആകുമ്പോഴാണ് ആ ഫംഗ്ഷൻ മാക്സിമം ആവുക. സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻറ്റ് y2 പ്ലസ് y3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൽ y2 y3 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് മാക്സിമൈസ് ചെയ്യാവുന്നത് y2 y3 ഈക്വൽ ആകുമ്പോഴാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനൂടെ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലേക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡൈനാമിക് പ്രോഗ്രാമിങ്ങിന് അതനുസരിച്ചിട്ടുള്ള ചേഞ്ച് വരും.
അപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം? then the use dynamic programming technique to solve the problem by setting y2 equal to y3 maximum z equal to ഫംഗ്ഷൻ എങ്ങനെ മാറി? y1 plus 2 the whole square പ്ലസ് y2 ഇൻറ്റു y3 എന്നുള്ളത് എന്ത് തന്നെയായി? y2 ഇൻറ്റു y3ക്ക് പകരം വീണ്ടും y2 തന്നെ കൊടുത്തു. സോ y2 സ്ക്വയർ പ്ലസ് y4 മൈനസ് 5 ദ ഹോൾ സ്ക്വയർ സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻറ്റ് y1 പ്ലസ് y2 പ്ലസ് y3 എന്നുള്ളതിനെ നമ്മൾ 2y2 പ്ലസ് y4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 y1 y2 y4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ഇൻറ്റിജർ. പിന്നെ ഇത് സാധാരണ additive separable return function with the additively separable constraint ആണ്. അത് യൂസ് ചെയ്തിട്ട് സെക്കൻഡ് പ്രോബ്ലം പോലെ നമുക്ക് സോൾവ് ചെയ്യാം. ഇറ്റ് ഈസ് ഡീകമ്പോസിബിൾ ആൻഡ് ഡീകമ്പോസ്ഡ് ഇൻ ടു ദ സ്റ്റേജസ് j ഈക്വൽ ടു ഏതൊക്കെ എടുക്കുന്നുള്ളൂ? 1 2 4. ഹിയർ f1 of y1 plus 2 the whole square, f2 of y2 square, f4 of y4 minus 5 the whole square. സ്റ്റേറ്റ് വേരിയബിൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. x1 x2 x4നെ. x4 എന്ന് പറയുന്നത് കൺസ്ട്രെയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് y1 പ്ലസ് 2 y2 പ്ലസ് y4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. x2 എന്ന് പറയുന്നത് ഇവിടുന്ന് y4 പോകും. അപ്പോൾ y1 പ്ലസ് 2 y2 ദാറ്റ് ഈസ് ഈക്വൽ ടു അതിനെ എങ്ങനെ എഴുതാം? x4 മൈനസ് y4 എന്ന് എഴുതി. ആൻഡ് ഫൈനലി x1 ഈക്വൽ ടു ഫസ്റ്റ് ടൈം y1 ഈക്വൽ ടു x2 മൈനസ് 2y2. അങ്ങനെ നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾസിനെ ഡിഫൈൻ ചെയ്തു. പിന്നെ സ്റ്റേജ് റിട്ടേൺ ഫങ്ഷൻസ് എന്ന് പറയുന്നത് വൈജേഴ്സിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആയതുകൊണ്ട് 0 to 5 കൊടുത്തു. f1 of y1 എന്ന് പറയുന്നത് ഇവിടെ ഓരോ ഫംഗ്ഷൻ വ്യത്യാസമുണ്ട്. ഇവിടെ y1 പ്ലസ് 2 ദ ഹോൾ സ്ക്വയറാണ്. അപ്പോൾ 0 പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ 4, 1 പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ 9, again 2 plus 2 4 the whole square 16 അങ്ങനെ വരും. ഇനി സെക്കൻഡ് ഫംഗ്ഷൻ f2 of y2 എന്ന് പറയുന്നത് y2 സ്ക്വയർ ആണ്. സോ ഡയറക്റ്റ് എൻ്റെ സ്ക്വയർ എടുക്കുക. 0 0 1 1 2 4 3 9 4 16 5 25. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് f4 of y4 എന്ന് പറയുന്നത് y4 മൈനസ് 5 the whole square ആണ്. അപ്പോൾ 0 മൈനസ് 5 the whole square 25, 1 മൈനസ് 5 മൈനസ് 4 അതിൻ്റെ സ്ക്വയർ 60, 2 മൈനസ് 5 3 അതിൻ്റെ സ്ക്വയർ 9, 4 മൈനസ് 5 3 മൈനസ് 5 2 അതിൻ്റെ സ്ക്വയർ 4, 4 മൈനസ് 5 1 അതിൻ്റെ സ്ക്വയർ 1, 5 മൈനസ് 5 0. അപ്പോൾ നമുക്കവിടെ സ്റ്റേറ്റ് റിട്ടേൺ ഫങ്ഷൻസ് കിട്ടി. ദെൻ വീണ്ടും നമ്മൾ സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ടേബിൾ ഫോം ചെയ്തു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ഫങ്ഷൻ എന്ന് പറയുന്നതിൽ x4 എന്ന് പറയുന്നത് y1 പ്ലസ് y2 പ്ലസ് y1 പ്ലസ് 2 y2 പ്ലസ് y4. x2 എന്ന് പറയുന്നത് x4 മൈനസ് y4 ആണ്. x1 എന്ന് പറയുന്നത് x2 മൈനസ് 2 y2 എന്നൊക്കെയാണ് കിടക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ഇതുവരെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്തു പോവുക. അതായത് ഇവിടെ നമ്മൾ xj മൈനസ് 1 ഇസ് ഈക്വൽ ടു xj മൈനസ് yj എന്നുള്ള ഫോർമുല ഉപയോഗിച്ചിട്ടാണ് സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെയും ചെയ്തു പോയിട്ടിരിക്കുക. നൗ റിക്കേഴ്സീവ് ഓപ്പറേഷൻ അനുസരിച്ച് ക്യാപിറ്റൽ f1 of x1 എന്ന് പറയുന്നത് സ്മോൾ f1 of y1 ദാറ്റ് ഈസ് y1 പ്ലസ് 2 ഹോൾ സ്ക്വയർ. അങ്ങനെ നമ്മൾ റിക്കേഴ്സീവ് ഓപ്പറേഷൻസ് ചെയ്തു. ഇനി അടുത്തത് ക്യാപിറ്റൽ f2 of x2 എന്ന് പറയുന്നത് മാക്സ് ഓവർ y2 സ്മോൾ f2 of y2 പ്ലസ് ക്യാപിറ്റൽ f1 of x1. സോ നമ്മൾ xj yj x2 y2 എന്ന് പറഞ്ഞ ടേബിൾ ഫോം ചെയ്യുക. y2 എന്ന് പറയുന്നത് 0 to 5 ആണ്. അതുപോലെ തന്നെ ആയിരിക്കും x2 0 to 5 ആണ്. പോസിബിൾ ഡാഷ് പൊസിഷൻസ് മാർക്ക് ചെയ്തിട്ട് സ്മോൾ f2 of y2ൻ്റെ ടേബിൾ, ക്യാപിറ്റൽ f1 of x1 എന്ന് പറയുന്നതിൻ്റെ ടേബിൾ, ഇതിൻ്റെ രണ്ടിനെയും കൂടെ ആഡ് ചെയ്യുന്ന ടേബിൾ, അതിൻ്റെ മാക്സിമം എടുക്കുന്ന ടേബിൾ. അതുപോലെ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് ബാക്കി നേരത്തെ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് പ്രോബ്ലം സൊല്യൂഷൻ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ചെയ്തു നോക്കുക.